ഹായ് മക്കളെ, പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. 9 മാർക്കിനാണ് മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നത്. സോ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണെന്നറിയോ? നമ്മുടെ ഈ ഒരു കണ്ടീഷനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോക്കി പോവാട്ടോ. ദെൻ അടുത്തത് ഈ ഒരു കണ്ടീഷനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇതും ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ ഈ ഫോർമുല മോഡൽ എക്സാമിന് ഉൾപ്പെടെ നമ്മുടെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതാണ്. എന്തുവന്നാലും ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഈ ഫോർമുല ആയിരിക്കും വരാം. അപ്പോൾ ഈ x+1 നമ്മൾ എന്തിലേക്ക് മാറ്റും? y എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമുലയിലേക്ക് വരാം, ഫൈനൽ ആൻസർ പോവുക. ദെൻ അടുത്തത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ 1 മൈനസും 1 പ്ലസും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുക. രണ്ടുപേരും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അടുത്തത് ഇതേപോലെ വരുന്നതും, അതായത് നമ്മളുടെ സിഗ്നം ഫംഗ്ഷൻ മോഡ് എക്സ് ബൈ എക്സ് അല്ലെങ്കിൽ എക്സ് ബൈ മോഡ് എക്സ്, ഈ ടൈപ്പും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് പോവാട്ടോ. ദെൻ അടുത്തതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കാണാനാണ്. ഇതിൽ കോസ് എക്സ് ആണ് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചത്. സോ ബാക്കിയുള്ള സൈൻ എക്സ്, ടാൻ എക്സ്, കൊസീക് എക്സ്, കോട്ട് എക്സ്, റൂട്ട് എക്സ്, ഇത്രയും കാര്യങ്ങൾ എന്തു വന്നാലും ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക. ദെൻ അടുത്ത പ്രൊഡക്റ്റ് റൂൾ ആണ്. നമുക്കറിയാം യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ആണ്. എങ്ങനെയാണ് രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ആയിട്ട് തന്നിട്ട് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അത് രണ്ടുപേരെയും അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്തു പോവാട്ടോ. ദെൻ അടുത്തത് ഇങ്ങനെ വരാം, x² + 1 ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇവനെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇയാൾ നമ്മളുടെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കാണുക. ദെൻ അടുത്തത് നമ്മളുടെ കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ആയിട്ട് വരുമ്പോൾ, അതായത് നമ്മൾ u ബൈ v ഫോമിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ഫോർമുല? എന്താണ്? u ഡാഷ് v മൈനസ് u v ഡാഷ് ഡിവൈഡഡ് ബൈ v². എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം? ഈ ഒരു ഫോർമുല കേട്ടോ. ഒരാൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. അടുത്ത് ഇതേപോലെ വരാം, cos x ബൈ 1 പ്ലസ് സൈൻ എക്സ് വരാം. അപ്പോൾ ഇത് നമ്മളുടെ u, ഇത് നമ്മളുടെ v ആയിട്ട് എടുക്കുക. ദെൻ ഇതും കൂടി നോക്കുക, നമ്മളുടെ sec x - 1 എന്ന് പറയുന്നത് u ഉം sec x + 1 എന്ന് പറയുന്നത് v യും ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. നല്ലോണം മാർക്ക് മേടിക്കുക. ഓൾ ദ ബെസ്റ്റ്.